They look in a very different way to me. Why is he talking like this? Then I say like this to them. My Pitruvasha is Tamil. പിതൃഭാഷ തമിഴാണ്, മാതൃഭാഷ മറാഠി, മാതൃഭാഷ മറാഠിയാണ്, ഭാര്യഭാഷ മലയാളം, ഭാര്യഭാഷ മലയാളമാണ്, രാഷ്ട്രഭാഷ ഹിന്ദി, രാഷ്ട്രഭാഷ ഹിന്ദിയാണ്, and international അന്തർരാഷ്ട്രീയ ഭാഷ English. അന്താരാഷ്ട്ര ഭാഷ ഇംഗ്ലീഷ്. So then I ask them, now you tell me from which place I come. ഇപ്പോൾ നിങ്ങൾ പറയണം ഏത് രാജ്യത്തെ സ്ഥലത്ത് നിന്നാണ് ഞാൻ വന്നിട്ടുള്ളത്. So national integration is standing before you. നിങ്ങൾ മുമ്പാകെ അങ്ങനെ ആ നിലയിലുള്ള നിലയിൽ ഞാൻ നിൽക്കുകയാണ്. When you come home, you will meet two children God has blessed us with. പങ്ക് വന്നാൽ നിങ്ങൾക്ക് രണ്ട് കുഞ്ഞുങ്ങളെ പ്രിയ സഹോദരൻ നൽകിയ രണ്ട് കുഞ്ഞുങ്ങളെ കാണാൻ കഴിയും. When we talk among ourselves, this all four languages, all mix up. ഞങ്ങൾ നാലുപേരോട് വർത്തമാനം പറയുമ്പോൾ ഈ നാല് ഭാഷയും മിക്സ് ചെയ്താണ് സംസാരിക്കാറ്. Joel is 20-year-old. ജോയൽ മൂത്ത മകന് 20 വയസ്സ് പ്രായമുണ്ട്. And Shiva is 18-year-old. ഷേബയ്ക്ക് 18 വയസ്സ് പ്രായമുണ്ട്. By God's grace, both of them have accepted the Lord. അവർ രണ്ടുപേരും ദൈവകൃപയാൽ കർത്താവിനെ സ്വന്തം കർത്താവായി സ്വീകരിച്ചു. Their own mom led them to the Lord. അവരുടെ മാതാവ് തന്നെയാണ് അവരെ കർത്താവിലേക്ക് നടത്തിയത്. Joel is a good testimony for me because he is my walking and living Old Testament. ജോയൽ എന്നുള്ള തന്റെ പ്രിയ സഹോദരന്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ്. കാരണം പഴയ നിയമത്തിലെ കാര്യങ്ങളൊക്കെയും അത് അതുപോലെ തന്നെ തനിക്ക് പ്രയോജനമായി നൽകുന്നതിൽ. From the childhood itself, mother used to speak to him from the Old Testament. വളരെ ചെറുപ്പത്തിൽ തന്നെ പഴയ നിയമ പുസ്തകങ്ങളിൽ നിന്നും പ്രിയ മകനോട് മാതാവ് സംസാരിച്ചുകൊണ്ടേയിരുന്നു. If I am struck with some Old Testament passages or individual or character, I ask Joel. പഴയ നിയമത്തിലുള്ള പുസ്തകത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രത്യേക ആളെ കുറിച്ച് അല്പമായ സംശയം വന്നാൽ ഉടനെ ജോലിനോട് ചോദിക്കാൻ. And he would give me all details about it. അതിന്റെ എല്ലാ വിവരങ്ങളും താൻ പറഞ്ഞു. So thank God for such children God has blessed us with. അങ്ങനെ ദൈവം നൽകിയ ദാനങ്ങളെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. Both are born again and baptized. രണ്ടുപേരും രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു അവസ്ഥയിലായിരിക്കുന്നു. And now they are studying in the dental college in Aurangabad. ഔറംഗാബാദിലുള്ള ഡെന്റൽ കോളേജിൽ രണ്ടുപേരും പഠിച്ചുകൊണ്ടിരിക്കുന്നു. See, we being an open category, it's very difficult to get admission also. നിങ്ങളുടെ ഓപ്പൺ കാറ്റഗറിയിലായതുകൊണ്ട് അഡ്മിഷൻ കിട്ടാൻ വളരെ പ്രയാസമാണ്. But both are studious and the Lord was gracious to us, and both of them got admission in the same dental college. They sometimes go together when they have classes on the same day. രണ്ടുപേരും ഒരേ സമയം പഠിക്കുവാൻ വളരെ മിടുക്കരായിരുന്നു. ആ നിലയിൽ ദൈവം അനുഗ്രഹിച്ച മുഖാന്തരമായിട്ട് ഒരേ കോളേജിൽ തന്നെ രണ്ടുപേർക്കും പഠിക്കുവാനും ദൈവം അവസരം നൽകി. After resigning the job in the Air Force, എയർഫോഴ്സിലായിരുന്നു തന്റെ ജോലി നിന്ന് വിരമിച്ച ശേഷം, there is long story, so many things, incident in between. അതിന് ഉള്ളിലായിട്ടുള്ള അനേക കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. It's a miracle, I tell you. തീർച്ചയായിട്ടും അത്ഭുതമെന്നേ പറയേണ്ടു. I never thought I will be coming out for full-time ministry. ഒരു ഫുൾ ടൈം മിനിസ്ട്രിയിലേക്ക് വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. I always wanted to go higher on the ladder. താനായിരുന്ന ജോലിയിൽ തന്നെ ഉയർന്നു വരുന്ന സ്ഥാനത്തേക്ക് വരുവാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. And have better job and better earning and support the Lord's work with working with hands. നല്ല ജോലികൾ ചെയ്ത് കൂടുതൽ ജോലികൾ ചെയ്ത് നല്ല സ്ഥാനത്തെത്തി അങ്ങനെ ദൈവ വേലയ്ക്ക് ഒരു സഹായമായിരിക്കാനാണ് ആഗ്രഹിച്ചിരുന്നത്. Along with the work, I wanted to work for the Lord. ജോലിയോടുള്ള ബന്ധത്തിൽ കർത്താവിനെ ശുശ്രൂഷിപ്പാനായിട്ട് ആഗ്രഹിച്ചു. So when I joined Air Force, I was only +2, 12th standard. എയർഫോഴ്സിലായിരുന്ന സമയത്ത് +2 കഴിഞ്ഞ ഉടനെയാണ് അത് ജോയിൻ ചെയ്തത്. My each place of posting, I did some education. ഓരോ സ്ഥലത്തും തന്നെ പോസ്റ്റ് ചെയ്ത സമയത്ത് താൻ അവിടെ വിദ്യാഭ്യാസം തുടർമാനമായി കണ്ടിന്യൂ ചെയ്തു. At Allahabad, I finished my BCom. അലഹാബാദ് വെച്ച് താൻ BCom ഡിഗ്രി പാസ്സായി. In Delhi, I finished my MCom. ഡൽഹിയിൽ വെച്ച് താൻ MCom പാസ്സായി. When I went to Jalandhar, Punjab, I joined MBA. ജലന്ധർ പഞ്ചാബിൽ താൻ MBA ജോയിൻ ചെയ്തു. Twice I have done post graduation in human resource development. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിൽ 2 പ്രാവശ്യം അതിലെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നതിനിടയായി. I also did post graduation in marketing management. മാർക്കറ്റിംഗ് മാനേജ്മെന്റിനോട് ബന്ധത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ താൻ ചെയ്തു. Within the Air Force, I was selected for the computerization of the Air Force. എയർഫോഴ്സിൽ തന്നെ കമ്പ്യൂട്ടറൈസേഷൻ ചെയ്യുന്ന ആ കാര്യം തന്നെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. I was given major responsibilities with the senior officers. സീനിയർ ഓഫീസേഴ്സ് എന്നുള്ള നിലയിലുള്ള പല ഉത്തരവാദിത്തങ്ങൾ തന്നെ പരിഗണിപ്പിച്ചു. To train officers and men in the computerization. കമ്പ്യൂട്ടറൈസേഷൻ ചെയ്യുന്നതായിരിക്കുന്ന അവിടെയുള്ള അവരെ പരിശീലിപ്പിക്കാനുള്ളതായിരിക്കുന്ന ഉത്തരവാദിത്തം തന്നെ. So with all that, because of this education ground, there is a clause in the Air Force which I fulfilled when they say, with this education, would you like to serve in this rank in this Air Force, or you would like to try your future outside?
ഇത്രയും ആയി കഴിഞ്ഞപ്പോൾ ഈ എയർഫോഴ്സിന് രണ്ട് കാര്യം ചെയ്യാം. ഒന്നുകിൽ അതിൽ അവൾ തുടർമാനമായിട്ട് പോകാം, അതല്ലെങ്കിലും അതിന് പുറത്തുള്ള ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ അങ്ങനെ പോവുകയും ചെയ്യാം എന്നുള്ള ഓപ്ഷൻ നൽകി. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുകയായിരുന്നു. Jessie also has done her BSc and MBA. തന്റെ പത്നിയും BScയും MBAയും കഴിഞ്ഞതാണ്. But we never took a job of that kind. She used to teach in a convent school, go with the children and come back with the children. ഒരു കോൺവെന്റ് സ്കൂളിൽ താൻ പഠിപ്പിക്കുകയും കുഞ്ഞുങ്ങളോട് ഒന്നിച്ച് പോവുകയും വരികയും ചെയ്യുകയായിരുന്നു ചെയ്തത്. When we left Air Force, it was for a better job. എയർഫോഴ്സ് വിട്ടതിന് ശേഷം പിന്നെ നല്ലൊരു ജോലിയിലേക്ക്. So a better job was ready for us. ആ ജോലി തനിക്ക് തയ്യാറായിട്ട് നിൽക്കുകയാണ്. Both of us were earning handsome salary. രണ്ടുപേർക്കും വളരെ മനോഹരമായ ശമ്പളവും ഉണ്ടായിരുന്നു. Meanwhile, I applied for various other posts and jobs around. മറ്റുള്ള ജോലിക്ക് വേണ്ടി ആ സമയത്ത് താൻ ഇങ്ങനെ അപേക്ഷിച്ചു. I should have been in Muscat today. ഈ പ്രത്യേക സമയത്ത് താൻ മസ്കറ്റിലായിരിക്കുന്നതാണ്. My selection was done. തന്റെ സെലക്ഷൻ കിട്ടി. Applied for passport. പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തു. I paid 3 times of the fee to get the passport immediately. പെട്ടെന്ന് പാസ്പോർട്ട് കിട്ടാൻ 3 തവണയുള്ളായിരുന്ന പൈസ താൻ കൊടുത്തു. I don't know for what reason, but I did not receive my passport for 11 months. എന്തുകൊണ്ടെന്ന് അറിഞ്ഞുകൂടാ 11 മാസമായിട്ടും തന്റെ പാസ്പോർട്ട് എടുക്കാനിടയായി. Within that, there was another job ready for me in Aurangabad itself. ഔറംഗാബാദിൽ തന്നെ വേറെ നല്ലൊരു ജോലി ആ സമയത്ത് എനിക്ക് വാഗ്ദാനം ചെയ്തു. We have second largest plant making the injection ampules. By name, company's name is Aegis. Aegis എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ ആംബുലൻസ് ഉണ്ടാക്കുന്ന കമ്പനിയാണത്. The owner was happy after the interview and was ready to give me the whole responsibility of the plant. ആ പ്ലാന്റിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്തം മുഴുവൻ തന്നെ ഏൽപ്പിക്കാൻ തക്കണം. അവിടെ ആ വിജയകരമായ ഇന്റർവ്യൂ ചെയ്യാൻ എനിക്ക് സഹായിച്ചു. Professionally, I am very keen when I had to work on something. ഒരു കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അത് പ്രൊഫഷണൽ ആയിട്ട് ഭംഗിയായി ചെയ്യണമെന്നുള്ളതായിട്ട് വളരെ ശ്രദ്ധാലുവായിരുന്നു. During these 11 months, the Lord was burdening us to separate ourselves for full-time ministry. ഈ 11 മാസക്കാലം ദൈവവേലയ്ക്ക് വേണ്ടി തിരിയുവാൻ വേണ്ടി ധാരാളം ഭാരം ദൈവം നമുക്ക് പ്രിയപ്പെട്ടവർ നൽകി. Whatever I talk to the Lord, I write on a piece of paper. ദൈവത്തോട് എന്ത് താൻ പ്രാർത്ഥിക്കുന്നു അതൊരു കടലാസിൽ എഴുതി വെച്ചു. You know what was my condition to the Lord? ദൈവത്തോടായിരുന്നു എന്റെ കണ്ടീഷൻ വ്യവസ്ഥ എന്താണെന്ന് അറിയാമോ? I share it with you. നിങ്ങളോട് ഞാൻ പറയാൻ ഞാൻ Because we are of one family. നമ്മൾ ഒരു കുടുംബമാകുകയാണ്. I was telling Lord, I don't want to, come out for full time. ദൈവമേ ഞാൻ ഫുൾ ടൈം മിനിസ്ട്രിക്കായിട്ട് വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. Because I don't want my hand to be like this, but Lord, I want my hand to be like this. എന്റെ കൈ ഇങ്ങനെ വാങ്ങിക്കുന്നതല്ല, ഇങ്ങനെ വിചാരിക്കാൻ അങ്ങനെ ആവശ്യപ്പെടില്ല, എന്നല്ല ഇങ്ങനെ കൊടുക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ള നിലയിൽ ചിന്തിച്ചു. And for the glory of God, I say this, that I was a fool when I put that condition before the Lord. ദൈവത്തിന്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി ആ കണ്ടീഷൻ ദൈവം നിർവഹിക്കുകയാണ് ചെയ്തതെന്ന് എനിക്ക് പറയാൻ കഴിയും. Why I say that? അത് ഞാൻ എന്തുകൊണ്ട് പറയുന്നു? Because after the Lord has surely brought us out for the full-time ministry, ദൈവം ആ പരിപൂർണ്ണ വേലയ്ക്കായിട്ട് തന്നെ വിളിച്ച് വേർതിരിച്ചതിന് ശേഷം I say this for the glory of God. ദൈവത്തിന്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി പറയട്ടെ. What we were not able to give then, the Lord has still kept our hand like this when we don't have fixed income. അന്ന് തനിക്ക് കൊടുക്കുവാൻ കഴിയുമായിരുന്നെങ്കിൽ അധികമായിട്ട് ഇന്നും കൊടുക്കുവാൻ തക്കോണം. And what we were not able to do then, much more in many folds, I am sure me and my family knows that the Lord has kept his hand like this. തന്റെ കൈകള് അന്ന് കൊടുക്കുവാൻ കഴിയുന്നതിൽ അധികമായിട്ട് ഇന്നും ആ കരങ്ങൾ കൊണ്ട് കൊടുക്കുവാൻ അത് ദൈവം ഉപയുക്തമാക്കിക്കൊണ്ടിരിക്കുന്നു. God is faithful in every aspect. ദൈവം വിശ്വസ്തനാണ് അവന്റെ എല്ലാ കാര്യങ്ങളും. Now last 13 years when we look back, there is absolutely no regrets. കഴിഞ്ഞ 13 വർഷങ്ങളിൽ തിരിഞ്ഞു നോക്കിക്കൊണ്ട് അതിൽ ഒരു കാര്യത്തിലും പ്രയാസപ്പെടുവാനായിട്ടില്ല. Back home we have a good simple assembly. ഇന്ത്യയിൽ തങ്ങൾ കൂടി വരുന്നിടത്തും മനോഹരമായ സഭയുണ്ട്. We are about 40 families gathering 40 കുടുംബങ്ങൾ അവിടെ ഒരുമിച്ച് കൂടി വരുന്നു. It's a Marathi assembly. ഒരു മറാഠി സഭയാണ്. And only 2 Malayali families are there. അവിടെ 2 മലയാളി കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ. One is my in-laws and then other is another family. ഒന്ന് തന്റെ ഇൻലോസും മറ്റ് വേറൊരു കുടുംബവും. By the work of this small assembly, ഈ ചെറിയ സഭയുടെ പ്രവർത്തന ഫലമായി about 11 assemblies have come up. അതിന് ചുറ്റുപാടുമായിട്ട് 11 സഭകൾ ഉണ്ടാവുന്നു. In the radius of 200 kilometers. ഏകദേശം 200 കിലോമീറ്ററിനുള്ളിൽ. I would appreciate your prayers. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു. This evening I want to thank Brother Benny. ഈ രാത്രിയിൽ ബെന്നിയെ പ്രത്യേകം നന്ദി പറയുന്നു. Morning when I was in his house today, ഇന്ന് രാവിലെ തന്റെ ഭവനത്തിലായിരുന്നപ്പോൾ I spoke to all believers from his house. അവൻ തന്റെ ഭവനത്തിൽ നിന്നും തന്റെ സഭയിലുള്ള എല്ലാ വിശ്വാസികളെയും വിളിക്കുവാൻ തനിക്ക് കഴിഞ്ഞു. And talking to them was a great delight because there are so many other things for prayer that I could receive from them. അവരിൽ നിന്നും അവർ ധാരാളമായി പ്രാർത്ഥിക്കുന്ന മുഖാന്തരമായിട്ട് വീണ്ടും പ്രാർത്ഥിക്കാൻ ആരും ആവശ്യപ്പെടുവാൻ ആ നിലയിലിടയായി. There are
ups and downs of life, no doubt in it. ജീവിതങ്ങളിലെ ഉയർച്ചയും ഉന്നതങ്ങളും താഴ്വരകളും ഉണ്ട്. Things are not very smooth as they should be. എല്ലാ കാര്യങ്ങളും എല്ലായ്പ്പോഴും വളരെ സ്മൂത്തായി പോകണം എന്നില്ല. Devil is very active, we know that. പിശാച് വളരെയധികം ഉത്സാഹമുള്ളവനാണ്, അത് നമുക്കറിയാം. His time is coming to an end, he knows, and that's why he is 10 times active than you and I. നമ്മളെക്കാൾ ഉപരിയായ വളരെയധികം ഉത്സാഹമായിട്ടിരിക്കുന്നതിന് കാരണം തന്റെ സമയം ഇത് അവസാനിക്കുന്നു എന്നുള്ളത് നന്നായി അവൻ അറിയാമായിരുന്നു. So same problems are there also, which are here also. അവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് നമുക്കറിയാം. Man in America and man in Aurangabad is no difference. അമേരിക്കയിലായിരിക്കുന്ന മനുഷ്യനും ഔറംഗാബാദ് മനുഷ്യനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. So thankful to all of you. Please do remember us in your prayers. വളരെ നന്ദിയോടെ നിങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥന ഓർക്കണം എന്ന് ഓർമ്മിക്കുന്നു. There is so much other thing to tell. Maybe in the days to come, when we have time, we will talk about it. അനേക കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും പിന്നീട് അവസരങ്ങൾ ലഭിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. But this evening we want to turn to God's word.